നമ്മുടെ ഫോണിലെ സോഫ്റ്റ്വെയറുകൾ കൃത്യസമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. അതുപോലെ നിരന്തരം അപ്ഡേറ്റ് ചെയ്യേണ്ട ഒന്നാണ് മനുഷ്യൻ്റെ ശീലങ്ങളും സ്വഭാവവുമെല്ലാം. നമ്മുടെയൊക്കെ ദിനം പ്രതിയുള്ള ജീവിതത്തിൽ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അത് തരുന്ന റിസൾട്ട് വളരെ വലുതാകും. സത്യത്തിൽ ഇനി പറയുന്ന കാര്യങ്ങളിൽ പലതും നമ്മൾ ചെയ്യുന്നതായിരിക്കാം, പക്ഷെ അതൊന്ന് ബോധപൂർവം ദിനം പ്രതി ചെയ്താൽ നമുക്കത് തരുന്ന എനർജിയും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വളരെ വലുതാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യേണ്ട ഒന്നാണ് നന്ദി പ്രകടിപ്പിക്കുക എന്ന കാര്യം. വിശ്വാസികളായ മനുഷ്യൻ ആദ്യം നന്ദി പറയേണ്ടത് തങ്ങളുടെ സൃഷ്ടാവിന് തന്നെയാണ്. കൂടെ നമ്മുടെ ഒപ്പം ജീവിക്കുന്നവർക്ക് നന്ദി പറയാം. അവർ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിൽ തുടങ്ങി ഓരോന്നിനും പരസ്പരം നമുക്ക് ആത്മാർത്ഥമായി നന്ദി പറയാം. ഒപ്പം ഒരാൾ നന്ദി പറയാൻ തക്ക ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ കൂടി ശ്രമിച്ചു നോക്കും. ജീവിതം പോസിറ്റീവ് ആകുന്നത് നമുക്ക് കാണാം. അപ്ഡേറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ശ്രദ്ധയോടെ കേൾക്കുക എന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും പാസീവ് കേൾവിക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന ആൾ ഒരു കാര്യം പറയുമ്പോഴും നമ്മുടെ ശ്രദ്ധ മറ്റൊന്നിലായിരിക്കും. ചിലപ്പോൾ ഫോണിൽ കളിച്ചാകും നമ്മൾ കേൾക്കുന്നത്. ഫോൺ വഴിയുള്ള സംഭാഷണമാണെങ്കിൽ ആ സമയം നമ്മൾ മറ്റൊരു പണിയും കൂടി ചെയ്യുകയായിരിക്കും. ഇത് മാറ്റണം. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോഴും കേൾക്കാൻ ആളുണ്ടാവില്ല. ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നൽകുക. ഇത് ബഹുമാനം കാണിക്കുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സത്യസന്ധത പുലർത്തുക എന്ന കാര്യം കൂടി ജീവിതത്തിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും ദയയോടെ സത്യം പറയുക. നിന്നോടും മറ്റുള്ളവരോടും വിശ്വാസം കെട്ടിപ്പടുക്കാൻ സത്യം പറയുന്നതിന് ഏറെ പ്രാധാന്യമുണ്ട്. അത് നിങ്ങളിലെ നന്മയെ വർദ്ധിപ്പിക്കുകയുള്ളൂ. മറ്റൊന്നാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ തെറ്റുകൾ പറ്റിയേക്കാം. വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും അതൊക്കെ സ്വാഭാവികമാണ്. അതിനാൽ തെറ്റുകൾ സമ്മതിക്കുക. കുറ്റം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കാതെ അവ പരിഹരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ സമ്മതിക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ സമ്മർദ്ദത്തിലാവുകയും നമ്മൾക്ക് കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തെ ഏറെ ബാധിക്കും. അടുത്തൊരു കാര്യമാണ് ശരീരം സജീവമായിരിക്കുന്നത്. ദിവസവും ശരീരം ചലിപ്പിക്കുക. വ്യായാമം ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സമയം നടക്കാം, അല്ലെങ്കിൽ സ്ട്രെച്ചിങ് നടത്താം. ഇത് നിങ്ങളുടെ ശരീരവും മനസ്സും അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കും. പുതിയത് പഠിക്കുക എന്നതും സ്വയം അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. വായിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ ഒരു കഴിവ് പരീക്ഷിക്കുക. 10 മിനിറ്റ് സമയമെടുത്താൽ മതി നിങ്ങൾ ഉന്മേഷവാനാകാൻ. മറ്റൊരു കാര്യം, ദിവസവും ആരെങ്കിലും സഹായിക്കുക കൂടി ചെയ്യാൻ പറ്റുമോ എന്നതാണ്. നിങ്ങൾ നന്നാകാൻ വേറെ ഒന്നും വേണ്ട. ഒരു കൈ, ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ പിന്തുണ ഒരാൾക്ക് നൽകുക. ഒരാൾക്ക് ഒരു ചായ വാങ്ങിക്കൊടുത്താലും മതി. ഇതിലൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു പുഞ്ചിരി നൽകാൻ പറ്റുമോ? അത് മതി. എല്ലാ ദിവസവും ഇത് ശീലമാക്കിക്കോളൂ. അടുത്തത് ആളുകളെ അഭിനന്ദിക്കുക എന്നതാണ്. ഒരു സുഹൃത്തിനെയോ പങ്കാളിയെയോ സഹപ്രവർത്തകനെയോ അഭിനന്ദിക്കാൻ ഒരു മടിയും കാണിക്കണ്ട. അവർ ഏറെ വിലപ്പെട്ടതാണെന്ന് അവരോട് പറയുക. സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്റ്റോറിയും കണ്ടു പോകുന്നതിന് പകരം 2 നല്ല വാക്ക് പറഞ്ഞു നോക്കൂ. ഇത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും പോസിറ്റിവിറ്റി പകരുകയും ചെയ്യും. അവസാനമായി സ്വയം അപ്ഡേറ്റ് ആകാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ ദിവസത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുക എന്നത്. ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായി ഇന്ന് എന്ത് നന്നായി നടന്നു, എന്ത് മെച്ചപ്പെടുത്താം എന്ന് കുറച്ച് മിനിറ്റ് ആലോചിക്കുക. ഇത് നിങ്ങളെ സ്വയം മെച്ചപ്പെടുത്തും.